ഒരു ചോദ്യം, നിങ്ങളുടെ ശത്രുവിൻ്റെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ അറിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? അവന് ജയിലിലടയ്ക്കുമോ അതോ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവന്ന് ജോലി കൊടുക്കുമോ? 1945 അമേരിക്ക രണ്ടാമത്തെ തീരുമാനമാണ് എടുത്തത്. അതാണ് ചരിത്രത്തിലെ ഏറ്റവും വിവാദമായ രഹസ്യ ഓപ്പറേഷനുകളിൽ ഒന്ന്, ഓപ്പറേഷൻ പേപ്പർ. 1945 ജർമ്മനി കീഴടങ്ങിയപ്പോൾ സഖ്യരാജ്യങ്ങൾ ഒരു വലിയ പ്രശ്നം നേരിട്ടു. ജർമ്മനിയിലെ റോക്കറ്റ് സാങ്കേതിക വിദ്യ ലോകത്തിലെ ഏറ്റവും മുന്നിലായിരുന്നു. V2 റോക്കറ്റുകൾ ലണ്ടനിൽ പതിച്ചിരുന്നു. ആ റോക്കറ്റുകൾ നിർമ്മിച്ച ശാസ്ത്രജ്ഞന്മാരെ സ്വന്തമാക്കാൻ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ശ്രമിച്ചു. ഇത് ഒരു യുദ്ധമല്ലായിരുന്നു, ഇതൊരു അറിവിനുള്ള മത്സരമായിരുന്നു. ഈ പദ്ധതിയിലൂടെ നൂറുകണക്കിന് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരെയും എഞ്ചിനീയർമാരെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവരിൽ ഏറ്റവും പ്രശസ്തനായ ഒരാൾ വെർണർ വോൺ ബോൺ. അദ്ദേഹം പിന്നീട് അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതിയിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചു. ചന്ദ്രനിലേക്കുള്ള യാത്ര സാധ്യമാക്കിയ സാറ്റേൺ V റോക്കറ്റിന്റെ വികസനത്തിലും അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ ഇവിടെ ഒരു നൈതിക ചോദ്യമുയരുന്നു. ഈ ശാസ്ത്രജ്ഞരിൽ ചിലർ നാസി ഭരണകൂടവുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ചിലരുടെ ഗവേഷണങ്ങൾ നിർബന്ധിത തൊഴിലാളികളെ ഉപയോഗിച്ചിരുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ അവരുടെ അറിവ് മനുഷ്യരാശിയുടെ ഭാവിക്ക് ഉപയോഗിക്കണോ? ഇന്നും ചരിത്രകാരന്മാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണിത്. അമേരിക്കയുടെ പ്രധാന ആശങ്ക ഒരു കാര്യമായിരുന്നു. സോവിയറ്റ് യൂണിയനും ഇതേ ശാസ്ത്രജ്ഞന്മാരെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു പക്ഷേ അവർ ആദ്യം എത്തിച്ചേർന്നാൽ റോക്കറ്റ് സാങ്കേതിക വിദ്യയിലും സൈനിക ശക്തിയിലും വലിയ മുൻതൂക്കം ലഭിച്ചേനെ. അതുകൊണ്ട് അമേരിക്ക ഒരു പ്രായോഗിക തീരുമാനമെടുത്തു. വിമർശകർ പറയുന്നു, ഇത് നീതിയേക്കാൾ ദേശീയ താല്പര്യത്തിന് മുൻതൂക്കം നൽകിയ ഒരു നടപടിയായിരുന്നു. പിന്തുണക്കാർ പറയുന്നു, ഇത് ശീതയുദ്ധത്തിന്റെ യാഥാർത്ഥ്യമായിരുന്നു. അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതിക്ക് വേഗം ലഭിച്ചു. ശീതയുദ്ധത്തിലെ സാങ്കേതിക മത്സരം ശക്തമായി. അവസാനം മനുഷ്യൻ ചന്ദ്രനിലെത്തി. പക്ഷേ ആ വിജയങ്ങളുടെ പിന്നിൽ ഒരു അസ്വസ്ഥമാക്കുന്ന ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. ചരിത്രം ചിലപ്പോൾ കറുപ്പും വെളുപ്പുമല്ല. ചില തീരുമാനങ്ങൾ വിജയമുണ്ടാക്കും, അതേസമയം അവ നൈതിക സംശയങ്ങളും ഉയർത്തും. അപ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത്? ലോക സുരക്ഷയ്ക്കായി എടുത്ത അനിവാര്യമായ ഒരു തീരുമാനമായിരുന്നോ? അതോ നീതിയോട് ചെയ്ത ഒരു വിട്ടുവീഴ്ചയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചരിത്ര രഹസ്യമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. Like and subscribe.